ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് മാർച്ച് 23, മോഗ്രോവേയോയിലെ വിശുദ്ധ ടൂർബിയൂസിന്റെ തിരുനാൾ. 1538 നവംബർ 6-ാം തീയതി സ്പെയിനിൽ മോഗ്രോവേയോ എന്ന സ്ഥലത്ത് ജനിച്ച ടൂർബിയൂസ് ഭക്തകൃത്യങ്ങൾ പാരമ്പര്യമായി അനുഷ്ഠിച്ചിരുന്ന കുടുംബത്തിൽ വളർന്നു വന്ന ബാലൻ സകലർക്കും മാതൃകയായിരുന്നു. ഒഴിവു സമയങ്ങൾ ഭക്തകൃത്യങ്ങൾക്കോ ദരിദ്ര സേവനത്തിനോ വിനിയോഗിച്ചിരുന്ന ടൂർബിയൂസ് കാൽനടയായി വിദൂര തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഈ തപോ ജീവിതത്തിനിടയ്ക്ക് ടൂർബിയൂസ് സിവിൽ നിയമങ്ങളും സഭാ നിയമങ്ങളും പഠിച്ച് പ്രാവീണ്യം നേടി. ഇത് മനസ്സിലാക്കിയ ഫിലിപ്പ് ദ്വിതീയൻ രാജാവ് അദ്ദേഹത്തെ ഗ്രാനഡായിലെ ന്യായാധിപനായി നിയമിച്ചു. പ്രസ്തുത ജോലിയിലായിരിക്കുമ്പോൾ തെക്കേ അമേരിക്കയിൽ പെറു സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ ലീമയിലെ ആർച്ച് ബിഷപ്പായി ടൂർബിയൂസിനെ നിയമിച്ചു. പരിശുദ്ധ പിതാവിന്റെ നിർദ്ദേശപ്രകാരം 1587 ടൂർബിയൂസ് ലീമയിലെത്തി ആർച്ച് ബിഷപ്പിന്റെ ജോലികൾ ഏറ്റെടുത്തു. ലീമ നിവാസികൾക്ക് പുതിയ ആർച്ച് ബിഷപ്പ് പുണ്യത്തിന്റെ ഒരു മാതൃകയായിരുന്നു. ദീർഘമായ ധ്യാന പ്രാർത്ഥനയ്ക്കു ശേഷമാണ് ടൂർബിയൂസ് ദിവ്യബലി അർപ്പിച്ചിരുന്നത്. ദിവസവും പാപസങ്കീർത്തനം കഴിച്ചിരുന്നു. രൂപതയുടെ എല്ലാ ഭാഗവും അദ്ദേഹം 3 പ്രാവശ്യം സന്ദർശിച്ചു. 100,000-ഓളം കിലോമീറ്റർ അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അനേകരെ ജ്ഞാനസ്നാനപ്പെടുത്തിയും അനേകർക്ക് സ്ഥൈര്യലേപനം നൽകാനും ഈ യാത്രകൾ ഉപകരിച്ചു. അമേരിക്കയിലെ 1ാമത്തെ സെമിനാരി ടൂർബിയൂസാണ് സ്ഥാപിച്ചത്. രൂപതയിൽ 3ാമത് സന്ദർശനം നടത്തുമ്പോഴാണ് മാരകമായ രോഗം പിടിപെട്ട് 1606 മാർച്ച് 23-ാം തീയതി ടൂർബിയൂസ് മാർപ്പാപ്പ ഇഹലോകവാസം വെടിഞ്ഞു. വിശുദ്ധ ടൂർബിയൂസ് മാർപ്പാപ്പെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ, ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.